ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ വീണ്ടും വന്നേ. ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയതാണ്. എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് റെഡിയായി. അങ്ങനെ ലഞ്ചും പാക്ക് ചെയ്ത് ഞാൻ കണ്ണാടിയിൽ ഒന്നുകൂടെ എൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് കേസ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ റൂമിലിടുന്ന ചെരുപ്പിട്ടിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഞാൻ വീണ്ടും അകത്ത് നിന്ന് എൻ്റെ ഓഫീസ് ചെരുപ്പ് ഇട്ട് ഞാൻ ഓടി ലിഫ്റ്റിൽ കയറി. താഴെ എത്തി ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഞാൻ മാക്സിമം സ്പീഡിൽ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ എന്നെ വിയർത്തൊലിച്ചിട്ട് ഏകദേശം ഞാൻ രാവിലെ ഇട്ട എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒലിച്ചു പോയി. എൻ്റെ ബസ് വന്നു ഗൈസ്. ഞാൻ പെട്ടെന്ന് ഓടിപ്പോയിട്ട് എൻ്റെ ബസ്സിന് നോക്കി ഇറങ്ങാനുള്ള സ്ഥലം വന്നപ്പോൾ ഞാൻ ചാടുകയാണ്. പുറത്ത് നല്ല വെയിലുള്ളത് കൊണ്ട് ഞാൻ ഇന്നലത്തെ 3 വാങ്ങിച്ച ഫാൻ ഞാൻ എടുക്കുന്നു. അത്യാവശ്യം സ്പീഡിൽ തന്നെ ഞാൻ വേഗം ഓഫീസിലെത്തി ഞാൻ എ സി ഒക്കെ ഓണാക്കി കുറച്ച് നേരം എൻ്റെ കസേരയിലിരുന്നു. അപ്പോഴാണ് എനിക്കൊരാശ്വാസമായത്. ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിനൊന്ന് നോക്കി. അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. എല്ലാവരും ഫാക്ടറിയുടെ ഉള്ളിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഫോൺ കോളൊക്കെ വന്നു. ഞാൻ അതൊക്കെ അറ്റൻഡ് ചെയ്തു. വലിയ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഞാനൊരു 12 മണിയായപ്പോൾ ഞാൻ കിച്ചണിലോട്ട് പോയി. ഇനി കഴിക്കാനായിട്ട് എനിക്ക് ചോറും മീൻകറിയായിരുന്നു. പൊക്കി പറയാമെന്ന് വിചാരിക്കരുത് ഗൈസ്, എൻ്റെ മീൻകറി സൂപ്പറായിരുന്നു. ഇഞ്ചൊക്കെ കഴിച്ച് പിന്നെ അങ്ങോട്ട് ബോറടിയാണ്. പിന്നെ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോറടി ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി വരച്ചൊക്കെ ഇരിക്കും. വരച്ചൊക്കെ കഴിയുമ്പോഴേക്കും 4 മണിയായി. 4 മണിക്ക് ഞാനൊരു ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സമാധാനത്തിലിരിക്കും. ഇങ്ങനെ ടൈം നോക്കിയിരിക്കുമ്പോഴേക്കും 5 മണിയായി. 5 മണിയായപ്പോഴേക്കും ഞാൻ വേറൊന്നും നോക്കിയില്ല ഗൈസ്. പെട്ടെന്ന് തന്നെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് ഞാൻ എല്ലാവർക്കും ടാറ്റ പറഞ്ഞ് പുറത്ത്. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് പരമാവധി സ്പീഡിൽ ഞാൻ നടന്നു. എനിക്ക് ബസ് കയറണമെങ്കിൽ കുറച്ച് നടക്കണം കേട്ടോ. നടന്ന് ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ദേ ആ കാണുന്ന മരമാണ് ഗൈസ്. ആ മരത്തിൻ്റെ താഴെ വേണം നിൽക്കാൻ. അങ്ങനെ ഞാൻ ആ മരത്തിൻ്റെ താഴെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ബസ് വരുന്നുണ്ട് ഗൈസ്. അതാണ് എൻ്റെ ബസ് 410. അപ്പോൾ ഓക്കെ, ശരി, ബൈ ഗൈസ്.